3 പേർക്ക് ആൾ ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് പറയൂലേ. ഇനി സ്റ്റാർട്ടറിന്റെ വരവാണ് ദിലീപേട്ട. നമ്മൾ ഐസ്ഡ് ടീ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഐസ് ടീ ഇടയ്ക്കിടയ്ക്ക് ഐസ് ടീ കുടിക്കാം. ഇത് ദിലീപേട്ട ഇത് എനിക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഞാനും എന്റെ കെട്ടിയവനും ഇവിടുത്തെ സ്ഥിരം കടികളാണ്. അതുകൊണ്ട് ഈ മൊത്തം ലിസ്റ്റ് ഞങ്ങൾക്കറിയാം. ചിക്കൻ ടെമ്പൂറയാണ് ഇവിടുത്തെ സ്റ്റാർട്ടറിൽ. ദിലീപേട്ട എന്റെ വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ് ഹിയർ ഇൻ ദേപ്പുട്ട് ചിക്കൻ ടെമ്പൂറ. ദിലീപേട്ടൻ ഇവിടുത്തെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. ഇന്ന് ഞാൻ ചിക്കൻ ടെമ്പൂറ കഴിക്കുന്നില്ല. കാരണം ഞാൻ ഇന്ന് വെജാണ്. അതുകൊണ്ടാണ് വെജാണ് ഞാൻ. ചിക്കൻ ടെമ്പൂറ കഴിച്ചു. ഞാൻ അതും കൂടെ കഴിക്കേണ്ടി വരുമല്ലോ. കഴിച്ചു. ഇതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സോസേജ് കിട്ടും. ഞാൻ സ്ഥിരം ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഊണ് ഞാൻ ഇവിടുന്ന് തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം പിന്നെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചു നോക്കും. ഇവിടെ എന്താ സംഭവിക്കണെന്നും കൂടി നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഉത്തരം പറയണമല്ലോ. അതുകൊണ്ട് ഈ വെജ് എങ്ങനെ എന്തെങ്കിലും റിച്വൽ ആയിട്ട് എടുക്കുന്നതാണോ അതോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നാളായിട്ട് അങ്ങനെയാണ്. അത് ചില ദിവസങ്ങളിൽ വെജ് മാത്രമേ ഉള്ളൂ. വെജേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിക്കുന്നോണ്ട് ഒരു പ്രശ്നമില്ല. അതല്ലേ നമ്മൾ കഴിക്കണം. നിങ്ങൾ കഴിച്ചാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ഇത് കഴിഞ്ഞ ബില്ലൊക്കെ തരണ്ടല്ലേ എനിക്ക്. അയ്യോ ഞാനാണെങ്കിൽ പൈസ കൊടുത്തിട്ടില്ല. അല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതല്ലേ. പേഴ്സിലൊക്കെ എന്തിരിക്കണം. ദിലീപേട്ടന്റെ ഇപ്പോഴും വന്നാലും കാണുന്ന ഒരു പടമുണ്ട്, മീനത്തിൽ താലികെട്ട്. എനിക്ക് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. ഭയങ്കര ലൈറ്റ് ഒരു കോമഡി, അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഫാമിലി ഇമോഷൻസ്. അന്ന് നമ്മള് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു തമിഴ് പടം കണ്ടപ്പോൾ കിട്ടിയ ഒരു ത്രെഡാണത്. അവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് കോർത്ത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫുൾ നമ്മളിങ്ങനെ എന്നെ ഒരു ഇതുണ്ടാക്കി. സെക്കൻഡ് ഹാഫ് പിന്നെ ലാൽ ജോസും ഞാനോടിയാണ് അത് ഫുള്ളായിട്ട് എഴുതിയത്. AK സാജൻ AK സന്തോഷാണ്. രസമായിട്ട് എനിക്ക് അതിനകത്ത് ഒരുപാട് ഡയലോഗ് അവരെ എഴുതിയത് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ വൺ ലൈൻ പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും ഡയലോഗ്സ് എഴുതുന്ന വേറൊരു കലയാണല്ലോ. ഞാനിങ്ങനെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയിട്ട് ആണല്ലോ, മറ്റേ അയാളുടെ പെങ്ങളെയും കല്യാണം കഴിച്ചുകൊണ്ട് മറ്റേ വരികയാണല്ലോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കയറാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ അമ്പിളിച്ചേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പുള്ളി മാഷാണല്ലോ. ഇങ്ങനെ മാഷേ എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത്, അത് നീ പട്ടാളത്തിലൊന്നും അല്ലല്ലോ ലീവ് എടുത്ത് വീട്ടിൽ പോവാൻ, അതിലൊന്നും ചാടിയാ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല ഇത് പറയുമ്പോൾ തന്നെ കല്യാണരാമനിലൊക്കെ ദിലീപേട്ടന്റെ ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട്. സലീമേട്ടൻ യുമീൻ ഐലമീൻ ചാളമീൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ മാറി ഇന്ന് ചിരിക്കുന്നത് അതേപോലെ പടത്തിലുണ്ട്. അങ്ങനെ സലീമേട്ടൻ അല്ലാതെ അതുപോലെ തന്നെ കൈവിട്ട് ചിരിച്ചു പോയൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും ഒപ്പം നിന്ന് പെർഫോം ചെയ്യുന്നതിൽ. ഞാൻ ജഗദീഷ് ശ്രീകുമാർ അമ്പിളിച്ചന്റെ കൂടെ അഭിനയിച്ച പല പടങ്ങളും ഞാൻ ചിരിച്ചിട്ടുണ്ട്. ആണല്ലേ? ഇന്നസെന്റ് ഏട്ടൻ്റെ ഞാൻ ചിരിച്ചിട്ടുണ്ട്. കാരണം ടേക്കിൽ കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട്. ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അവസാനം പറയും എന്തുവാടെ എന്ന് വെച്ചിട്ട് അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത്. കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരുന്നതേ, ഒരെണ്ണത്തിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പിളിച്ചേട്ടൻ. കുടുംബക്കോടതി ഏതിലോ ആണത്. സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് ഒന്ന് വലിക്കണത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് പോയി. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടേ, കാരണം എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറയും, അമ്പിളിച്ചേട്ടാ എന്താ ചെയ്യാൻ പറഞ്ഞത് എന്നോടൊന്ന് പറയൂ പ്ലീസ്, എനിക്കൊന്ന് പ്രിപ്പയർഡ് വരാം. അപ്പം ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോഴല്ല ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ച് ഞെക്കിയിട്ടൊക്കെ എനിക്ക് നിൽക്കണം, വേദനിപ്പിച്ചിട്ട്. കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണം. എന്റെ ഉള്ളിൽ ഫുൾ ചിരിയില ഞാൻ നിൽക്കണേ. അതുമല്ല ദിലീപേട്ട ഭയങ്കര മനസ്സറിഞ്ഞാണ് ചിരിക്കുന്നത്. അപ്പൊ ദിലീപേട്ട കണ്ണൊക്കെ ഇങ്ങനെ നിറയും. നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടേ സാർ കണ്ണീന്നൊക്കെ വെള്ളം വരുന്ന അവസ്ഥ ദിലീപേട്ടൻ ചിരിച്ചുകളെ. അല്ല ചെറിയൊരു ചിരിയല്ല ഈ പറയുന്നത് കേട്ടോ. അതുപോലെ ഇന്നസെൻസ് സാറിന്റെ കൂടെ അങ്ങനെ ചിരിച്ചു പോയിട്ട് വിട്ടു പോയിട്ട് നമ്മൾ മാറിപ്പോയി. പിന്നെ കുറെ കഴിഞ്ഞ് റീഗെയിൻ ആയി വന്ന് ചെയ്ത്. അത് ഇന്നസെന്റിന്റെ കൂടെ ഒരുപാടുണ്ട്. ഞാൻ ചിരിച്ചിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ച കലാഭവനിൽ ഞാൻ ഓടി ചിരിച്ചേനാ. ഏത് ഷോട്ടായിരുന്നു? ഉല്ലാസ പൂങ്കാറ്റില് തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ്. ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിലകൻ ചേട്ടന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ്. തിലകൻ ചേട്ടൻ എന്തോ പറയുന്നു. അപ്പൊ ഞങ്ങള് രണ്ടുപേരോടും മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന എന്തോ എക്സ്പ്രഷനാണ്. ഷോട്ട് വെക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരെ കൗണ്ടർ എടുക്കണം. ഞാൻ ചേട്ടൻ്റെ വിട്ടു, ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ്. അപ്പോൾ എന്തു ഇത് വെച്ചപ്പോൾ മണി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു. കൗണ്ടർ പറഞ്ഞോടെ മണി ഒരു ചിരി കൊടുക്കിയിട്ട് ഞാനും അപ്പോഴേ അത് ഓർത്ത് ചിരിച്ചു പോയത്.
പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷ്വൽ ഓർമ്മ വന്നിട്ട് പിന്നെ ശരിക്കും നിർത്താൻ പറ്റില്ല. കുറച്ച് ഓക്കെ 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 കടേ കടേ വൺമാർ എന്ന് പറഞ്ഞില്ലേ കുറെ. പക്ഷെ ഈ ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചിരി തുടങ്ങും. മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന്. അങ്ങനെ അവസാനം അവർ ചിരിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിരി നിർത്തും. ജെൻഡർ ട്രോഫി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ചിരി മാറില്ല. എന്നിട്ട് ഞങ്ങള് രണ്ടുപേരും പുറത്തുപോയി കുറെ ചിരിച്ച് വന്നിട്ട് റെഡി അങ്ങനെ. അല്ല, അതാണ് ദിലീപേട്ടന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും ദിലീപേട്ടൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല, ശാലിനിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ച എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പോക്കുന്നുണ്ട്. ആദ്യം ശരിക്കും മീനത്തിൽ തലയിട്ടില്ല ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്തിൽ തലയിട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സിനിമാ ആരാധകർക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട താരപുത്രിയാണ് മീനാക്ഷി, നമ്മുടെ മീനുട്ടി. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും മകളായതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ആരാധകർ ഏറെയാണ്. നിമിഷ നേരം കൊണ്ടാണ് മീനാക്ഷിയുടെ പോസ്റ്റുകളൊക്കെ വൈറലാകുന്നത്. അതുമാത്രമല്ല, എവിടെ മീനാക്ഷി എത്തിയാലും അതിന്റെ ചിത്രങ്ങളൊക്കെ എടുക്കാൻ പാപ്പരാസികൾ ഓടിയെത്താറുണ്ട്. മഞ്ജുവിന്റെയും ദിലീപിന്റെയും തനി പകർപ്പാണ് മീനാക്ഷി. മീനാക്ഷിയുടെ പല ചിത്രങ്ങളും കാണുമ്പോൾ ആ ശരീരം മൊത്തം മഞ്ജുവിന്റെ അതേപോലെയാണല്ലോ എന്നാണ് ആരാധകർ പറയാറുള്ളത്. മഞ്ജുവിന്റെ ശരീര വടിവും നൃത്തത്തിനോടുള്ള താല്പര്യവും മീനാക്ഷി നൃത്തം കളിക്കുന്ന വീഡിയോകളൊക്കെ ഇടുമ്പോൾ ഇത് മഞ്ജു വാര്യർ തന്നെ എന്നാണ് ആരാധകർ പറയുന്നത്. എന്നാൽ മുഖച്ഛായാണെങ്കിലോ ദിലീപിന്റെയാണ്. ദിലീപിന്റെ ചിരിയൊക്കെയാണ് മീനാക്ഷിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരുടെയും കൂടി ഒരു സമ്മിശ്രമായ ഒരു സൗന്ദര്യം തന്നെയാണ് മീനാക്ഷിക്ക് കിട്ടിയ മുതൽക്കൂട്ട്. മീനാക്ഷി മറ്റു താരപുത്രിമാരെയോ പുത്രന്മാരെയോ പോലെ സിനിമയിലേക്കൊന്നും എത്തിയില്ല. മീനാക്ഷി പഠിച്ച ഡോക്ടർ ആവാനാണ് പോയത്. അതായത് ചെന്നൈയിൽ പഠിച്ച മീനാക്ഷി ഇപ്പോൾ ഡെർമറ്റോളജിയിൽ ഡോക്ടറാണ്. മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് പലപ്പോഴും എത്താറുള്ളത്. മീനാക്ഷി എന്തുകൊണ്ട് ഡെർമറ്റോളജി തിരഞ്ഞെടുത്തു എന്നതിനും പലപ്പോഴും ദിലീപ് തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സൗന്ദര്യത്തെയും ആരോഗ്യത്തെയും ഒക്കെയാണ്. അപ്പോൾ സൗന്ദര്യത്തിലാണ് ഇനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഡെർമറ്റോളജിയിൽ ഒരുപാട് അതിനുള്ള സാങ്കേതിക വിദ്യകളും വഴികളും എല്ലാം തുറന്നു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വഴികളിലൂടെ മുന്നോട്ട് പോകാനാണ് മീനാക്ഷി ശ്രദ്ധിക്കുന്നത്. 5 വർഷം MBBS ഒക്കെ പഠിച്ച് ഡോക്ടറായി ഇപ്പോൾ വരുമാനമുള്ള ഒരു കുട്ടി ഡോക്ടറാണ് മീനാക്ഷി. തങ്ങളുടെ വീട്ടിൽ ആകെ വരുമാനമുള്ളത് മീനാക്ഷിക്കാണ് എന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി അധികം വൈകാതെ മീനാക്ഷിയുടെ വിവാഹം ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. ആരാണ് വരൻ എന്നൊക്കെ ദിലീപ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ദിലീപും മഞ്ജു വാര്യറും കൂടി ഒന്നിച്ചായിരിക്കുമോ അതോ ദിലീപും കാവ്യയും ഒന്നിച്ചായിരിക്കുമോ മീനാക്ഷിയുടെ വരനെ കണ്ടുപിടിക്കുന്നത് എന്ന ആശയക്കുഴപ്പത്തിലാണ് ആരാധകർ. എന്തായാലും മീനാക്ഷി ഒറ്റയ്ക്കായിരിക്കില്ല ആ കടമ്പ. കാരണം അച്ഛന്റെയും അമ്മയുടെയും ജീവിതം കണ്ടു വളർന്ന മീനാക്ഷിക്ക് അങ്ങനെ ഒരു കടമ്പ ഒറ്റയ്ക്ക് കടക്കാൻ സാധിക്കില്ല എന്നാണ് ആരാധകർ പറയുന്നത്. മലയാള സിനിമാ പ്രേക്ഷകരും മാധ്യമങ്ങളും ഒരുപോലെ ചർച്ച ചെയ്ത ഒന്നാണ് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹം. പ്രശസ്ത താരം മഞ്ജു വാര്യരുടെ ഭർത്താവായിരുന്ന ദിലീപ് മുൻ ഭാര്യയുമായി നിയമപരമായി ബന്ധം വേർപെടുത്തി 2 വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്കൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നായിക കാവ്യ മാധവനെ ജീവിത സഖിയാക്കിയത്. വിവാഹത്തിന് മുൻപ് ഫേസ്ബുക്ക് ലൈവിൽ വന്നപ്പോൾ തന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട കാവ്യയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൂട്ടാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന് ദിലീപ് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒപ്പം തന്നെ തന്റെ ഈ വിവാഹത്തിന് താൻ തീരുമാനിച്ചപ്പോൾ തയ്യാറാവാൻ കാരണം മകളായ മീനാക്ഷിക്ക് വേണ്ടി കൂടിയാണെന്ന് ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു. നടനും മഞ്ജു വാര്യറും വേർപിരിഞ്ഞപ്പോൾ മീനൂട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഇരുവരുടെയും മകൾ അച്ഛനൊപ്പം തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. താൻ രണ്ടാമതൊരു വിവാഹം ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്നും തനിക്ക് താങ്ങാൻ നിന്ന തന്റെ ഓമന മകളാണെന്നാണ് നടൻ പറഞ്ഞത്. ഇപ്പോഴും അച്ഛനൊപ്പം തന്നെയാണ് മീനാക്ഷി.